ഹായ് ഹലോ, സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇന്ദ്രനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ പല്ലവിക്കോ സേതുവിനോ സാധിച്ചിട്ടില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് പല്ലവി ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്നത്. ഇന്ദ്രനെ പുറത്തു കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ തന്റെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കും എന്ന് പല്ലവിക്ക് നല്ലതുപോലെ അറിയാം. അങ്ങനെ പല്ലവി രാജലക്ഷ്മിയുമായിട്ട് സംസാരിക്കുകയാണ്. സംസാരിച്ചതിന് ശേഷം രാജലക്ഷ്മി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഫോൺ മറന്നു വെച്ചിട്ട് പോയി. അപ്പോൾ പല്ലവി വിചാരിച്ചു അതിനകത്ത് ഇന്ദ്രനുമായിട്ട് സംസാരിച്ച നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചാലോ എന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ രാജലക്ഷ്മി നമ്പർ ഡിലീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം പല്ലവിക്ക് മനസ്സിലായി. ഉടൻ തന്നെ രാജലക്ഷ്മി ഫോൺ പിടിച്ചുകൊണ്ട് പോകുവാണ്. അങ്ങനെ അവിടെ തൻ്റെ ആദ്യത്തെ ഒരു കടമ്പ അവിടെ ആ ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചില്ല. ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ അച്ചുവിന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളിലാണ് അവിടെ നമ്മുടെ പൊന്നുമടം തറവാട്. ഋതു എല്ലാവർക്കും ഒരുപോലെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ആ സന്തോഷത്തോടു കൂടി ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് നിൽക്കുന്ന സമയത്താണ് സേതു വരുന്നത്. അപ്പോൾ ആ സമയത്തും അച്ചു പല്ലവി ഇല്ലാത്തതിന്റെ സങ്കടം പറയുന്നുണ്ട്. അവിടെയും പല്ലവിയെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുവാണ്. ഈ സമയത്താണ് സേതു വരുന്നത്. സേതു വന്നതിന് ശേഷം എനിക്ക് ഋതുവിനോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചുവിനെയും സ്വാതിയും പറഞ്ഞു വിട്ടു. ഋതുവിനോട് സംസാരിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസിനെ പറ്റിയാണ് ചോദിക്കുന്നത്. നീ മനഃപൂർവ്വം എന്നെ ചതിക്കുമായിരുന്നല്ലേ, നീ എന്തുകൊണ്ടാണ് പണം തിരിച്ചടയ്ക്കാത്തത് എന്ന് ഋതുവിനോട് സേതു ചോദിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, മനസ്സില്ല, അതുകൊണ്ട് തന്നെയാണ് താൻ അടയ്ക്കാത്തത് എന്ന അഹങ്കാരത്തോടു കൂടി ഋതു സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു തർക്കം വീണ്ടും വീണ്ടും തുടർന്നു. ആ ഒരു പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ വീണ്ടും വീണ്ടും തുടർന്നു. എന്നാൽ അവസാനം ഋതു സേതുവിനോട് പറഞ്ഞത്, ഇത് എൻ്റെ പ്രതികാരമാണ്, ഇത് നിങ്ങളോട് ചെയ്യേണ്ട പ്രതികാരമാണ്. അച്ഛൻ ആ ഒരു മുദ്രപത്രത്തിൽ എഴുതിയ ഇതില് 45% മാത്രം നിങ്ങൾക്കും ബാക്കി 45% ബാക്കി 3 മക്കൾക്കും ഉള്ളതാണ്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ അച്ഛൻ ഒരു തുല്യത കാണിച്ചില്ല. 45% മുഴുവനായിട്ട് നിങ്ങൾക്കാണ് അച്ഛൻ എഴുതി വെച്ചത്. അതെന്തുകൊണ്ട് അവിടെ ഒരു തുല്യത കാണിക്കാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നമുക്കിത് വീതിച്ചെടുത്തൂടെ എന്ന്? അത് ചോദിക്കാതെ അവിടെ ഒരു തുല്യത കാണിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായില്ല. അതിന്റെ പേരിൽ ഞാൻ തന്ന ഒരു പണി തന്നെയാണെന്നും ഈ പൈസ എന്തായാലും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ജപ്തി ചെയ്യും. അങ്ങനെ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെ ആയിപ്പോകും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ ഈ ഒരു പൈസ അടച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ വിവാഹം നടത്താനായിട്ട് പറ്റത്തില്ല. അങ്ങനെ വലിയൊരു അപകടത്തിൽ തന്നെയാണ് സേതു വന്ന് പെട്ടിരിക്കുന്നത്. എന്നിട്ടും താൻ ചെയ്തത് ഒരു തെറ്റുമല്ല, താൻ ചെയ്തത് ശരിയാണ്, നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറിക്കോ, ഞാൻ അന്തസ്സായിട്ട് അച്ഛൻ്റെ വിവാഹം നടത്തും, എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ നിന്ന് തെരുവിലോട്ട് ഇറങ്ങാം എന്നൊക്കെയാണ് ഋതു സേതുവിനോട് പറഞ്ഞത്. അവിടെ തന്റെ സ്വന്തം ചേച്ചിയോട് ചെയ്തത് വലിയൊരു ക്രൂരതയാണെന്ന് ഋതു മനസ്സിലാക്കുന്നില്ല. താൻ ചെയ്തതെല്ലാം ശരിയാണ്, എന്ത് ചെയ്താലും തനിക്ക് കുഴപ്പമില്ല, ഞാനാണ് എന്തോ വലിയൊരു ആള്, എനിക്ക് താഴെയാണ് എല്ലാവരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ ഋതുവിന്. ഒരു അഹങ്കാരത്തിന്റെ രൂപത്തിലാണ് ഋതു അവിടെ സേതുവിനോട് സംസാരിച്ചത്. കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ദേഷ്യം വരും. ഋതുവിനിട്ട് ഒരെണ്ണം പൊട്ടിക്കാൻ ആളില്ലേ എന്നുള്ള ഒരു ചിന്ത നമുക്കും കാണുമ്പോൾ ആ ഒരു സീന് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും. അത്രത്തോളം സ്വന്തം ചോരയിൽ പിറന്ന അനിയത്തിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ രണ്ടാമത്തെ അമ്മയുടെ മകളാണെങ്കിൽ പോലും സ്വന്തം അനിയത്തിയായിട്ട് കരുതി അവളുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടാണ് സേതു ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്. പക്ഷെ അതിനൊരു പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ഋതുവിന്റെ സംസാരം. ഇതൊക്കെ കണ്ടപ്പോഴും സേതു വെല്ലുവിളിച്ചു. എന്നിട്ട് നിങ്ങൾ ഒരു വെപ്പാട്ടിയുടെ മകനാണ് എന്ന് ഋതു ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ സേതു പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കരണം പൊട്ടിച്ചൊരെണ്ണം തരുമെന്ന്. പക്ഷെ അതും വില കൽപ്പിക്കാതെ ഋതു വീണ്ടും ആ ഒരു വാക്ക് തന്നെ ആവർത്തിച്ചു. അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുമ്പോഴും ഋതു കൈ തടഞ്ഞു. എന്നാൽ എൻ്റെ കൈ തടയാനായിട്ട് നീ ആളായിട്ടില്ല, ഞാൻ ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ നീ തറയിൽ ചുരുണ്ട് കിടക്കും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് എൻ്റെ സ്വന്തം അനിയത്തി ആണെന്നുള്ള ഒരു പരിഗണന കൊണ്ട് തന്നെയാണ്. എന്തായാലും നീ അത്രത്തോളം മോശമായി പോയി ഋതു ചെയ്തത്. ഇത്രത്തോളം തരം താണ് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. നീ ഒരിക്കൽ മനസ്സിലാക്കും, എന്റെ വില എന്താണെന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും. എന്തായാലും ഞാൻ ഈ വിവാഹം നടത്തും. ആരുടെയെന്നെങ്കിലും കയ്യിൽ ഞാൻ കടം മേടിച്ചിട്ടാണെങ്കിലും വിവാഹവും നടത്തും, ഞാൻ ഈ കടവും ഞാൻ വീട്ടിയിരിക്കും. പക്ഷേ ഇത്രത്തോളം നീ തരം താണ് പോകണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സേതു സങ്കടത്തോടു കൂടി ഇറങ്ങി പോവാണ്. എന്നാൽ താൻ എന്തോ വലിയൊരു നല്ല കാര്യം ചെയ്ത ഒരു മട്ടിലായിരുന്നു ഋതു. പക്ഷേ ഒരാൾ കള്ളം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നാളൊന്നും സുഖിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു നാൾ അവർ താഴെ തന്നെ വന്ന് വീഴുക തന്നെ ചെയ്യും. അത് തന്നെ ഋതുവിനും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും
അവിടെ ഇന്ദ്രന്റെ മനസ്സിൽ എന്തിനായിരിക്കും പല്ലവി അവിടേക്ക് വന്നത്, പല്ലവി എന്തുകൊണ്ടായിരിക്കും വന്നത്? ചിലപ്പോൾ പല്ലവി മനസ്സ് മാറി വന്നതാണോ, അതോ എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഇന്ദ്രൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അയാൾ വന്നത്. ആ ഒരാൾ വന്ന ഉടനെ തന്നെ അത് ആരാണെന്ന് പല്ലവിക്ക് മനസ്സിലായില്ല. പിന്നാലെ രാജലക്ഷ്മി വിളിച്ചു. രാജലക്ഷ്മി വന്ന് കണ്ടപ്പോഴാണ്, ആരാണെന്ന് ചോദിക്കുമ്പോഴാണ്, ഞാൻ കർത്ത സാറ് പറഞ്ഞിട്ട് വന്നതാണ്, ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നും ഇന്ദ്രനെ പറ്റി ആ ഒരു വാർത്ത കേട്ടു, അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അയാൾ പറയുവാണ്. എന്നാൽ അയാളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും സത്യം തുറന്നു പറയാനായിട്ട് രാജലക്ഷ്മിക്ക് സാധിക്കത്തില്ല. രാജലക്ഷ്മി ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ കർത്തയെ തന്നെ വിളിച്ച് പറഞ്ഞോളാം, ഞാൻ അദ്ദേഹത്തെ തന്നെ വിളിച്ച് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അയാൾ പോകാനായിട്ട് ആദ്യം തയ്യാറായില്ല. അതിനുശേഷം പല്ലവി ആരാണെന്ന്, ഇത് ഏത് പെൺകുട്ടിയാ എന്ന് ചോദിക്കുമ്പോഴാണ് രാജലക്ഷ്മി അത് പറയാൻ തയ്യാറായില്ല. എന്നാൽ ഞാൻ ഇന്ദ്രന്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അയാൾ എടുത്ത് ചോദിച്ചു, നിങ്ങളൊന്നും അറിയാതെയാണോ ഈ ഒരു കടുങ്കൈ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധമില്ലേ എന്ന് രാജലക്ഷ്മിയോട് ആ ഡോക്ടർ എടുത്തു ചോദിക്കുവാണ്. ആ സമയത്ത് തന്നെ രാജലക്ഷ്മി അയാളെ മാറ്റി നിർത്തിയതിന് ശേഷം, എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ സാഹചര്യം നല്ലതല്ല, ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണ് അയാളെ പറഞ്ഞു വിടുന്നത്. ആ സമയത്തും അയാൾ അവസാനം പറഞ്ഞു, ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണ്, ഒരിക്കലും ഇന്ദ്രനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കരുതെന്ന്. നിങ്ങളത് കേട്ടില്ല, അതിന്റെ ഭവിഷ്യത്താണ് എന്നുള്ള രീതിയിൽ അയാൾ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അത് ആരാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ ചോദ്യമാണ് പല്ലവിയുടെ മനസ്സിലും, അത് ആരായിരിക്കും, അച്ഛമ്മയെ വിട്ട് അന്വേഷിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛമ്മ അയാളെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അച്ഛമ്മയ്ക്കും അത് ആരാണെന്ന് അറിയത്തില്ല. പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ്. ഈ സമയത്ത് നിഖിലിന്റെ അമ്മയ്ക്കോ അച്ഛനോ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർക്ക് അച്ഛനോ എന്നല്ല, നിഖിലിന്റെ അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് ഋതുവിനെയാണ് നിഖിലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും അവര് നല്ലൊരു ബന്ധം കിട്ടും അങ്ങനെ ഒരു ചിന്തയിലല്ല, ഒരുപാട് സ്ത്രീധനം കിട്ടുമെന്നുള്ള ഒരു ചിന്തയിലാണ് അവർ ഈ ഒരു വിവാഹത്തിന് തന്നെ തയ്യാറായി നിൽക്കുന്നത്. ഈ സമയത്താണ് നിരഞ്ജന മാഡം പല്ലവിയെ വിളിച്ചതിന് ശേഷം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻഫോമർ തന്നതാണ് ആ ഒരു ക്ലൂ എന്ന് പറയുമ്പോൾ. എനിക്ക് കിട്ടിയ ഇൻഫോമർ എന്ന് പറയുമ്പോൾ രാജലക്ഷ്മിയുടെ ഫോണിലോട്ട് അവസാനമായിട്ട് വിളിച്ച നമ്പറില്ലേ, ആ നമ്പർ എന്ന് പറയുന്നത് പ്രതാപന്റെ നമ്പറാണ്, MLA പ്രതാപന്റെ നമ്പറാണെന്നും അയാളുടെ പേരിലാണ് ആ ഒരു സിം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടി പറഞ്ഞു. എന്നാൽ പ്രതാപനും ഇന്ദ്രനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പല്ലവിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായിരിക്കും അവർ തമ്മിലുള്ള ബന്ധം, എന്തുകൊണ്ടായിരിക്കും പ്രതാപൻ ആ ഒരു സിം ഇന്ദ്രന് ഊരിക്കൊടുത്തത് എന്നുള്ള ഒരു സംശയമാണ് ഇനി പല്ലവിക്ക്. ഇനി എന്തൊക്കെ സംഭവിക്കാം, എന്തായാലും കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ഇന്ദ്രനെ പുറത്ത് ചാടിക്കാനുള്ള പല്ലവിയുടെ പോരാട്ടം എന്ന് പറയുന്നത്. അതിനകത്ത് വെച്ച് തന്നെ ഇന്ദ്രനെ പുറത്ത് ചാടിക്കാനുള്ള എല്ലാ വഴികളും പല്ലവി ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.